കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി കേവലം 10 മാസം മാത്രം അവശേഷിക്കെയാണ് LDFിൽ നിന്നും നിലമ്പൂർ നിയമസഭാ മണ്ഡലം UDF തിരിച്ചുപിടിച്ചത്. പിണറായി സർക്കാരിന്റെ തുടർച്ചയായ 3ാം വിജയമെന്ന മോഹത്തിനിപ്പോൾ തടയിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഉടനെ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ വിജയം UDFിന് കൂടുതൽ ആത്മവിശ്വാസവും നൽകുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് 11,432 വോട്ടുകൾക്കാണ് സ്വരാജിനെ പരാജയപ്പെടുത്തിയത്. 19,946 വോട്ടുകൾ നേടി രാജിവെച്ച് നിലമ്പൂരിനെ ഉപതെരഞ്ഞെടുപ്പിലെത്തിച്ച PV അൻവർ ശക്തി തെളിയിക്കുകയും ചെയ്തു. സ്വതന്ത്രനായി നിന്ന അൻവറിനും പിറകിലായി കേവലം 8,706 വോട്ടുകൾ മാത്രം കിട്ടിയ NDA മുന്നണിക്കാണ് കനത്ത തിരിച്ചടി ലഭിച്ചത്. രാജിയിലൂടെ പിണറായി സർക്കാരിന്റെ ജനപ്രീതിയുടെ ടെസ്റ്റിനാണ് നിലമ്പൂരിൽ അൻവർ നിലമൊരുക്കിയത്. പിണറായിസത്തിനെതിരായ പോരാട്ടമാണ് തന്റേതെന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 1987 മുതൽ കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദാണ് UDFിന്റെ ഉറച്ച കോട്ടയായ നിലമ്പൂരിൽ വിജയിച്ചിരുന്നത്. 8 തവണ സീറ്റ് നിലനിർത്തിയ ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി രംഗത്തെത്തിയ മകൻ ആര്യാടൻ ഷൗക്കത്തിന് 2016 UDF സീറ്റ് നിലനിർത്താൻ സാധിച്ചില്ല. അന്ന് LDF സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. 2021 തിരഞ്ഞെടുപ്പിൽ 2,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം ആവർത്തിച്ച അൻവർ പിണറായിയുമായി ഇടഞ്ഞാണ് രാജിവെക്കുന്നതും വീണ്ടും സീറ്റ് UDFിന് ലഭിക്കുവാൻ വഴിയൊരുക്കിയതും. നിലമ്പൂരിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ, അതും നിലമ്പൂർകാരൻ കൂടിയായ സ്വരാജിനെ നിർത്തിയിട്ടും ഇത്ര വലിയ മാർക്കിന് തോറ്റതോടെ LDFിന്റെ 3ാം വട്ട ഭരണമോഹത്തിനും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മേൽക്കൈ മോഹത്തിനും മങ്ങലേറ്റിരിക്കുകയാണ്. നിലമ്പൂരിൽ വിജയിച്ചിരുന്നെങ്കിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി LDFിനും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയൊരു കുതിപ്പ് കേരള രാഷ്ട്രീയത്തിൽ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ UDFിനും VD സതീശനുമാണ് ലഭിച്ചിരിക്കുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട് മണ്ഡലങ്ങൾ UDF വിജയിച്ച് നിലനിർത്തിയിരുന്നു. ചേലക്കര LDFും നിലനിർത്തി. നിലമ്പൂർ വിജയത്തിലൂടെ ഇതാദ്യമായാണ് CPMന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത്. അത് UDFിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നിലമ്പൂരിൽ സ്വരാജ് ഷൗക്കത്ത് മത്സരത്തിനപ്പുറം പിണറായി സതീശന്മാർ തമ്മിലുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ പോരായിരുന്നു നടന്നത്. ആ അംഗത്തിൽ പരാജയപ്പെട്ടത് പിണറായിക്ക് വലിയൊരു തിരിച്ചടിയാണ്. പിണറായിക്ക് ഒരു പകരക്കാരൻ ആര് എന്നൊരു ചർച്ചയ്ക്ക് കൂടി ഇനി CPMൽ ഉയർന്നു വരുവാൻ ഇടയാക്കുമെന്നും ഉറപ്പ്. LDFിൽ സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ പഴയതുപോലെ ഇനി പിണറായിക്ക് പറ്റുമോ എന്നും കാണേണ്ടിയിരിക്കുന്നു. പിണറായിസത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നും അറിയാം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.